നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം ലക്ഷ്യമാക്കി പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആലപ്പുഴ TD ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കുടുംബശ്രീ ദേശീയ സരസ് മേള മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്നും മന്ത്രി. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. വാർത്തകൾ വിശദമായി. കുടുംബശ്രീ ദേശീയ സരസ് മേള മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന 11ാമത് കുടുംബശ്രീ ദേശീയ സരസ് മേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കുടുംബശ്രീയുടെ ചരിത്രത്തെ, കുടുംബശ്രീയുടെ സംഭാവനകളെ ഒറ്റ വരിയിൽ ആറ്റിക്കുറുക്കിയാൽ അതാണ് കഥകൾ പറഞ്ഞും കരള് പകുത്തും തമ്മിൽ തണലായി നിന്നിടാം എന്ന വരികൾ അതാണ് ആവിഷ്കരിക്കുന്നത്. ആ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ ഇതുവരെ നടന്നിട്ടുള്ള 10 മേളകളിൽ നിന്നായി 78 കോടി രൂപയുടെ വിറ്റുവരവാണ് 5000-ഓളം വരുന്ന സംരംഭകർക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇതിന്റെ മുഴുവൻ രുചിയും അടുത്ത 10 ദിവസം ആസ്വദിക്കണം എന്നതാണ്. രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുമുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട്. അതോടൊപ്പം വളരെ സമ്പന്നമായ കലാസാംസ്കാരിക പരിപാടികൾ, വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള പ്രഭാഷണങ്ങൾ, ഇതെല്ലാം ഇതിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ സാക്ഷാത്കരിച്ചത് കുടുംബശ്രീയാണ്. കുടുംബശ്രീ പെൺകരുത്തിന്റെ മഹാപ്രസ്ഥാനമാണ്. 46 ലക്ഷം വനിതകളാണ് ഇന്ന് കുടുംബശ്രീയിൽ അണിനിരന്നിട്ടുള്ളത്. കുടുംബശ്രീയുടെ വരവോടെയാണ് സ്ത്രീകൾ പൊതുരംഗത്തേക്ക് കടന്നു വന്നതെന്നും മന്ത്രി പറഞ്ഞു. സാംസ്കാരിക ഫിഷറീസ് യുവജനകാര്യ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. വികസനത്തോടൊപ്പം ജനങ്ങൾക്ക് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും അവസരങ്ങൾ വേണമെന്ന നിലപാടിന്റെ ഭാഗമാണ് സരസ് മേളയും ചെങ്ങന്നൂർ പെരുമയുമെന്ന് മന്ത്രി പറഞ്ഞു. നടൻ മോഹൻലാൽ മുഖ്യാതിഥിയായി. കലാ സാംസ്കാരിക രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള ചെങ്ങന്നൂർ പെരുമ പുരസ്കാരം മോഹൻലാലിന് മന്ത്രി സജി ചെറിയാൻ സമർപ്പിച്ചു. H. സലാം MLA കവിത ചൊല്ലി ആശംസ അർപ്പിച്ചു. MS. അരുൺകുമാർ MLA ആശംസ അർപ്പിച്ച് സംസാരിച്ചു. കുടുംബശ്രീ സരസ് മേളയുടെ സ്വാഗതഗാനം, കുടുംബശ്രീ മിഷൻ, മുദ്രാഗീതം എന്നിവയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി മാലിന്യമുക്ത പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ്, കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ H. ദിനേശൻ, ചെങ്ങന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ ശോഭ വർഗീസ്, ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, KSCMCA ചെയർമാൻ എൽമറ്റ് റഷീദ്, മറ്റ് ഉദ്യോഗസ്ഥർ, ജനപ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം ലക്ഷ്യമാക്കി പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആലപ്പുഴ TD ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപാദനം പ്രോത്സാഹനം ലക്ഷ്യം വെച്ചും ജൈവകൃഷിയുടെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായും സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണം നടത്തി. പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പി നടപ്പാക്കുന്ന എൻ്റെ കുട്ടിത്തോട്ടം എൻ്റെ അഭിമാനം പദ്ധതിയുടെ ഭാഗമായി ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെയാണ് ആലപ്പുഴ TD ഹൈസ്കൂളിൽ സൗജന്യ പച്ചക്കറി തൈകളുടെ വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചത്. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് KM ജോളിച്ചൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ കുട്ടിത്തോട്ടം എൻ്റെ അഭിമാനം എന്ന ആ ക്യാപ്ഷൻ തന്നെ വളരെ അർത്ഥമുള്ള ഒരു വാക്കായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക്, അല്ലെ ഈ സമൂഹത്തിലെ, ഈ കേരളത്തിലെ, ഈ ഇന്ത്യയിലെ, ഈ ആലപ്പുഴയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് വിഷരഹിതമായ പ്രോഡക്റ്റുകൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് അവർക്ക് കൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മൾ ഈ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും ആരോഗ്യത്തെ കാത്തു പരിപാലിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ചെറിയ പ്രവൃത്തിയല്ല.
വിഷരഹിതമായ ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിച്ച് ജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കുമെങ്കിൽ, അല്ലെ നമുക്ക് കഴിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് ഏറ്റവും ഗുണകരമായ ഒരു പ്രവൃത്തിയാണ്. സ്കൂൾ ഹെഡ് മിസ്ട്രസ് ബി ശ്രീജ ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ഗ്രീൻ എർത്ത് ആലപ്പി ഡയറക്ടർ ആൻഡ് പ്രോഗ്രാം കോർഡിനേറ്റർ ഫിറോസ് അഹമ്മദ് പദ്ധതി വിശദീകരിച്ചു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള സംസ്ഥാന സെക്രട്ടറി വി അരുൺകുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജോൺസൺ ചിറ്റിലപ്പള്ളി, ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി സുരേഷ് ബാബു, ജില്ലാ ട്രഷറർ സി മുരളി, സ്കൂൾ SRG കൺവീനർ S സുജിത് കുമാർ, എക്കോ ക്ലബ് കൺവീനർ S സജന എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. യോഗത്തെ തുടർന്ന് പച്ചമുളക്, തക്കാളി, വെണ്ട, ചീരയടക്കം തൈകളും സ്കൂളിന് കൈമാറി. സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് വൃക്കരോഗികളുടെ എണ്ണം അനിയന്ത്രിതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എത്രയോ 10 മടങ്ങാണ് വൃക്കരോഗികളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ. അതുകൊണ്ട് തന്നെ ഈ വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു വൃക്കയുടെ ഒരു വാണിജ്യവൽക്കരണമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് രൂപ ഏജന്റുമാരും സബ് ഏജന്റുമാരും വൃക്ക മാറ്റിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാവപ്പെട്ട രോഗികളിൽ നിന്നും അതുപോലെ ഉള്ള അസോസിയേഷനിൽ നിന്നും കൈപ്പറ്റി മുങ്ങുന്ന ഒരവസ്ഥയും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ ഹെൽത്ത് സെൻ്ററുകളിലും കമ്മ്യൂണിറ്റി സെൻ്ററുകളിലും വെൽനസ് സെൻ്ററുകളിലും സൗജന്യമായി ഡയാലിസിസ് കേന്ദ്രങ്ങൾ കൊണ്ടുവരിക. വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസിനും പാവപ്പെട്ടവരാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ആശുപത്രികൾക്കും ഡയാലിസിസ് കേന്ദ്രങ്ങൾക്കും രോഗികളെ പൂർണ്ണമായും ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. വൃക്കദാനം എന്നതിലുപരി വൃക്ക വാണിജ്യം ചികിത്സയുടെ മറവിൽ തഴച്ചു വളരുകയാണെന്നും സർക്കാർ ആശുപത്രികളിൽ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസിനും സൗകര്യം ലഭിക്കാത്തവർ സ്വകാര്യ ആശുപത്രികളെയാണ് ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. വൃക്ക രോഗവുമായി ബന്ധപ്പെട്ട ഡയാലിസിസ്, വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയ ചികിത്സയ്ക്കുള്ള ചെലവ് സാധാരണക്കാർക്ക് താങ്ങാവുന്നതിനും അപ്പുറമായതുകൊണ്ട് തന്നെ വൃക്കരോഗ ചികിത്സ, മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനിയുമായി സഹകരിച്ച് NRHMന്റെയോ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെയോ സഹകരണത്തോടെയും പ്രത്യേക ഇൻഷുറൻസ് പദ്ധതി ആരംഭിക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണമെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ഖാലിദ് പെരിങ്ങത്തൂർ, പി സുരേന്ദ്രൻ, കെ സുനിൽകുമാർ, CK രവിശങ്കർ, CM അഷ്റഫ് എന്നിവർ ആലപ്പുഴയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. നിർമ്മാണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലാണ് നാം ഉള്ളതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആലപ്പുഴ ജില്ലാ ക്ലബ് രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ സഞ്ജു സുരേന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നിർമ്മാണ മേഖലയിൽ വലിയ വെല്ലുവിളി നേരിടുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് PP ചിത്തരഞ്ജൻ MLA അഭിപ്രായപ്പെട്ടു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ആലപ്പുഴ ജില്ലാ ക്ലബിന്റെ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. നിർമ്മാണ രംഗത്ത് തന്നെ വലിയ വെല്ലുവിളി നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിനെല്ലാം വന്നുകൊണ്ടിരിക്കുന്ന വലിയ വില വർധനവ്, അതോടൊപ്പം തന്നെ പലപ്പോഴും വിദഗ്ധരായ തൊഴിലാളികളെ ലഭിക്കുന്നതിനുള്ള കുറവുകൾ, പിന്നെ സാമ്പത്തിക ഞെരുക്കത്തിന്റെ ഫലമായി നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, പിന്നെ നിലവിലുള്ള ബിൽഡിംഗ് റൂൾസ് അനുസരിച്ച് ഒരു വീട് അല്ലെങ്കിൽ ഒരു സ്ഥാപനം ഒരു ഷോപ്പിംഗ് മാള് ഏൽപ്പിച്ച് എല്ലാ സാക്ഷനും വാങ്ങി പെർമിറ്റൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴായിരിക്കും തുടങ്ങിക്കഴിഞ്ഞ അവസാനം ഇതെങ്ങും എത്താത്തൊരവസ്ഥ വന്നാൽ പിന്നെ ഇതിന്റെ യഥാർത്ഥ ഓണർ ആകെ പ്രതിസന്ധിയിലാകും. അപ്പോൾ കെട്ടിടം വെച്ചവനും പെൻഡിങ് ആകും, സാധനം വാങ്ങിയെടുത്തും പെൻഡിങ് ആകും, ഇദ്ദേഹത്തിന്റെ ജീവിതവും പെൻഡിങ്ങായി ആകെ പ്രശ്നമാണ്. ബിൽഡിംഗ് മെറ്റീരിയൽസിന് വന്നിരിക്കുന്ന വലിയ വിലവർധനവും വിദഗ്ധരായ തൊഴിലാളികളെ ലഭിക്കുന്നതിലുള്ള കുറവും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം തന്നെ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധിക്ക് കാരണമാണെന്നും PP ചിത്തരഞ്ജൻ MLA കൂട്ടിച്ചേർത്തു. ആലപ്പുഴ പഗോഡ റിസോർട്ട് ഹാളിൽ സംഘടിപ്പിച്ച ക്ലബിന്റെ ഉദ്ഘാടന യോഗത്തിൽ കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ക്ലബ് സംസ്ഥാന പ്രസിഡന്റ് എഞ്ചിനീയർ സഞ്ജു സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു.
സംസ്ഥാന സെക്രട്ടറി RK രാഗേഷ്, സംസ്ഥാന ട്രഷറർ D ഹരീന്ദ്രകുമാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി എഞ്ചിനീയർ സന്തോഷ് കുമാർ, ജില്ലാ സെക്രട്ടറി S അൻസിൽ, ജില്ലാ പ്രസിഡന്റ് രതീഷ്, ജില്ലാ കോർഡിനേറ്റർ സുരേഷ് കുമാർ, രക്ഷാധികാരി രാജീവ് വാര്യർ എന്നിവർ സംസാരിച്ചു. കേരളീയം ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ക്ലബ് ഡിസ്ട്രിക്ട് ഗവർണർ AG സാനു ചടങ്ങിന് സ്വാഗതവും ജില്ലാ ട്രഷറർ സഞ്ജയൻ നന്ദിയും പറഞ്ഞു. കെട്ടിട നിർമ്മാണ മേഖലയിലെ ആർക്കിടെക്ചർ മുതൽ ലേബർ വരെയുള്ളവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരികയും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനുമായിട്ടാണ് ഇത്തരത്തിൽ ക്ലബിന്റെ പ്രവർത്തനത്തിന് തുടക്കമിട്ടിരിക്കുന്നതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുട്ടികളിലും മുതിർന്നവരിലും വിഷരഹിത പച്ചക്കറി ഉൽപാദന പ്രോത്സാഹനം ലക്ഷ്യമാക്കി പരിസ്ഥിതി ജൈവ സംരക്ഷണ ജൈവകൃഷി പ്രചാരണ സംഘടനയായ ഗ്രീൻ എർത്ത് ആലപ്പുഴയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു. ബേക്കേഴ്സ് അസോസിയേഷൻ കേരള ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ സഹകരണത്തോടെ ആലപ്പുഴ TD ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സൗജന്യ വൃക്കദാന സേവനങ്ങൾക്ക് സംസ്ഥാനത്ത് രൂപം നൽകണമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആലപ്പുഴ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഭാരവാഹികൾ ഇക്കാര്യം അറിയിച്ചത്. കുടുംബശ്രീ ദേശീയ സരസ് മേള മന്ത്രി MB രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിന് കേരളം സമ്മാനിച്ച സ്ത്രീ ശാക്തീകരണത്തിന്റെ അതുല്യ മാതൃകയാണ് കുടുംബശ്രീ എന്നും മന്ത്രി. ചടങ്ങിൽ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.